പലരും സമ്പത്തിനും സന്തോഷത്തിനും പിന്നാലെ ഓടുകയാണല്ലേ? പക്ഷേ എത്ര ഓടിയിട്ടും അതൊന്നും പിടികിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഒരുപക്ഷെ നമ്മൾ ഓടുന്ന ദിശ തെറ്റായതുകൊണ്ടാവാം. അപ്പൊ ജീവിതത്തെ മറ്റൊരു കോണിൽ നിന്ന് നോക്കിക്കാണുന്ന, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ശക്തമായ ആശയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നമുക്ക് തുടങ്ങാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ വിജയത്തിന് പിന്നാലെ ഓടുകയാണോ, അതോ വിജയത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണോ? ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ ഈ രണ്ട് സമീപനങ്ങളും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു വ്യത്യാസമായിരിക്കും. ഇതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. നമ്മളിന്ന് സംസാരിക്കുന്ന മുഴുവൻ കാര്യത്തിന്റെയും കാതൽ. വിജയത്തിന് പിന്നാലെ ഓടുന്നതിന് പകരം വിജയം ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു കാന്തമായി നിങ്ങൾ മാറണം. കാരണം യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും നിങ്ങൾ നേടുന്ന വസ്തുക്കളിലല്ല, മറിച്ച പ്രക്രിയയിലൂടെ നിങ്ങൾ ആരായിത്തീരുന്നു എന്നതിലാണ്. അപ്പോ എങ്ങനെയാണ് വിജയത്തെ ആകർഷിക്കുന്ന ഒരാളായി നമ്മൾ മാറുക? അതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം പുറത്തുള്ള സാഹചര്യങ്ങളിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അതാണ് വ്യക്തിഗത വികസനം. നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ സ്വാഭാവികമായും വിജയത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈയൊരു വാചകം ഒരുപക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമായിരിക്കും. നമ്മളെല്ലാവരും നമ്മുടെ ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവും. അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ കഠിനമായി നിങ്ങൾ നിങ്ങൾക്കായി പ്രവർത്തിക്കണം. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ആശയവിനിമയശേഷി, വ്യക്തിത്വം ഇവയെല്ലാം വളർത്തുന്നതിലാണ് യഥാർത്ഥ നിക്ഷേപം കിടക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു പാത്രമായിട്ട് സങ്കല്പിച്ച് നോക്കാം. നിങ്ങളുടെ വ്യക്തിഗത വികസനമാണ് ആ പാത്രത്തിന്റെ വലിപ്പം. നിങ്ങളുടെ വരുമാനമോ അതിൽ കൊള്ളുന്ന വെള്ളവോ. ആ പാത്രം ചെറുതാണെങ്കിൽ അതിൽ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം കൊള്ളില്ല, അല്ലേ? ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് കുറച്ചുകൂടി ഒഴിക്കാൻ പറ്റിയേക്കാം, പക്ഷെ അത് കവിഞ്ഞൊഴുകിപ്പോകും. അപ്പോ വരുമാനം കൂട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ പാത്രത്തിന്റെ വലിപ്പം കൂട്ടണം. അതായത് സ്വയം വളരണം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന 3 പടികളുണ്ട്. അതിൽ ആദ്യത്തേതും ഏറ്റവും അടിസ്ഥാനപരവുമായ ഒന്നാണ് കണ്ടെത്തുക എന്നത്. ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വിജയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് നേടുക. നമ്മളിൽ പലരും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ കയ്യിൽ പണമില്ല, അതാണ് എന്റെ പ്രശ്നമെന്ന്. എന്നാൽ സത്യത്തിൽ അതൊരു ലക്ഷണം മാത്രമാണ്, യഥാർത്ഥ രോഗമല്ല. യഥാർത്ഥ പ്രശ്നം നല്ല ആശയങ്ങളുടെ അഭാവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല ആശയത്തിന് പണത്തെ ആകർഷിക്കാൻ കഴിയും, അവസരങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പണമില്ലായ്മ ഒരു താൽക്കാലിക അവസ്ഥ മാത്രമായിരിക്കും. അപ്പോ ഈ ആശയങ്ങളൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടും? അതിന് പ്രധാനമായും 3 വഴികളാണുള്ളത്: വായന, ശ്രവണം, നിരീക്ഷണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. എന്നാൽ സ്വയം നേടുന്ന വിദ്യാഭ്യാസമാണ് നമ്മളെ സമ്പന്നരാക്കുന്നത്. അതിനുള്ള ഏറ്റവും ശക്തമായ ഒരു ഉപകരണമാണ് വായന. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിജയിച്ചൊരാൾ അവരുടെ 20 വർഷത്തെ അനുഭവസമ്പത്ത് ഒരു പുസ്തകത്തിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, അത് വായിക്കുന്നതിലൂടെ നമുക്കവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാം, അവരുടെ വിജയവഴികൾ മനസ്സിലാക്കാം. ശരിക്കും ഒരു പുസ്തകത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ 5-10 വർഷത്തെ കഠിനാധ്വാനം വരെ ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്: ഒരു അനുയായിയാവുന്നതും ഒരു വിദ്യാർത്ഥിയാവുന്നതും തമ്മിൽ. അനുയായികൾ ചോദ്യം ചെയ്യാതെ അന്ധമായി പിന്തുടരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും അതിൽ നിന്ന് സ്വന്തമായ നിഗമനങ്ങളിലെത്താനും ശ്രമിക്കുന്നു. നിങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതും അതേപോലെ വിശ്വസിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും ആശയങ്ങളെയും രൂപപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി കാണുക. അറിവ് നേടാനുള്ള രണ്ടാമത്തെ വഴി മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ്. വിജയിച്ചവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക, അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കുക. അതേസമയം പരാജയപ്പെട്ടവരുടെ കഥകളും കേൾക്കണം. കാരണം എന്ത് ചെയ്യണമെന്ന് പഠിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കുന്നതും. ആ പാഠങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സമയവും നഷ്ടങ്ങളും ഒഴിവാക്കിത്തരും. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: വിലയേറിയ അറിവിനുവേണ്ടി പണം മുടക്കാൻ മടിക്കരുത്. വിജയിച്ച ഒരാളുടെ സമയത്തിന് നിങ്ങൾ വില നൽകുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവിനും അനുഭവസമ്പത്തിനുമുള്ളൊരു നിക്ഷേപമാണ്. ഒരു ചായ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനോ ഇടയിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരൊറ്റ ആശയം മതിയാകാം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ.
അവസാനമായിട്ട് മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. വിജയം അങ്ങനെയൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല. അത് ചില പാറ്റേണുകൾ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് വിജയം എപ്പോഴും ചില കാൽപ്പാടുകൾ അവശേഷിപ്പിക്കും. വിജയിച്ച ആളുകൾ എങ്ങനെയാണ് സമയം കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവസരങ്ങളെ സമീപിക്കുന്നത്, ഇതൊക്കെയൊരു ഡിറ്റക്റ്റീവിനെ പോലെ നിരീക്ഷിക്കുക. ആ സൂചനകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനാകും. നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കാഴ്ചകളുണ്ട്. ഒന്ന് വെറും കാഴ്ച, കണ്ണുകൾ കൊണ്ട് കാര്യങ്ങൾ കാണുന്നത്. രണ്ട്, മനസ്സുകൊണ്ട് ഉത്തരങ്ങൾ കാണുന്നത്. അതാണ് ഉൾക്കാഴ്ച. വെറുതെ നോക്കിക്കാണുന്നതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിക്കുക. ഇതിനു വേണ്ടത് ഒരൊറ്റ കാര്യമാണ്: പൂർണ്ണമായ ശ്രദ്ധ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് അറിവ് നേടുന്നതിനെ പറ്റിയാണ്. പക്ഷേ അറിവ് മാത്രം മതിയോ? പോരാ. ലോകത്തിലെ ഏറ്റവും മികച്ച ആശയങ്ങൾ നിങ്ങളുടെ തലയിലുണ്ടായിട്ടും നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ഫലവുമില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കാം: പ്രവർത്തിക്കുക. പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ ഊർജം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസത്തിൽ ആവേശഭരിതരാവുക. ഒരു വലിയ മല കയറാൻ തുടങ്ങുന്നതുപോലും ചെറിയ ചുവടുകൾ വെച്ചാണ്. എല്ലാ ദിവസവും കൃത്യസമയത്ത് എഴുന്നേൽക്കുക, പുസ്തകത്തിന്റെ ഒരു പേജ് വായിക്കുക, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം ശീലിക്കുക. ഈ ചെറിയ വിജയങ്ങളാണ് വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ആത്മവിശ്വാസം തരുന്നത്. പ്രചോദനത്തിനായി പുറത്തേക്ക് നോക്കരുത്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക. ഇതൊരു വളരെ ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണല്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വെറുതെ അറിവ് സമ്പാദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നിങ്ങളെ ഒരു വിഡ്ഢിയാക്കിയേക്കാം. എന്നാൽ നിങ്ങളുടെ പഠനം പ്രവൃത്തിയിലേക്ക് നയിക്കുമ്പോൾ നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയും. ഇവിടെ സമ്പത്തെന്ന് പറയുന്നത് പണം മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള അഭിവൃദ്ധിയാണ്. അപ്പൊ നമ്മൾ അറിവ് നേടി, പ്രവർത്തിക്കാനും തുടങ്ങി. ഇനി അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാം. ഇതൊരു മുന്നറിയിപ്പ് പോലെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിജയത്തെ ദീർഘകാലം നിലനിർത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒരു തത്വം. കാരണം വിജയം നേടുന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് നിലനിർത്തുന്നതും. എളുപ്പവഴികളും കുറുക്കുവഴികളുമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആകർഷണം തോന്നും. എന്നാൽ സിസ്റ്റത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനു പകരം സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക. സത്യസന്ധതയും ശരിയായ മാർഗങ്ങളും ഒരുപക്ഷെ കുറച്ച് വേഗത കുറഞ്ഞതായി തോന്നിയേക്കാം, എന്നാൽ അത് നിങ്ങളെ എത്തിക്കുന്നത് നിലനിൽക്കുന്ന വിജയത്തിലേക്കായിരിക്കും. കുറുക്കുവഴികൾ നിങ്ങളെ എത്തിക്കുന്നത് താൽക്കാലിക നേട്ടങ്ങളിലേക്കും പിന്നെ വിലകുറഞ്ഞ ജീവിതത്തിലേക്കുമാണ്. അപ്പോ നമ്മൾ ആ 3 ഘട്ടങ്ങളും പറഞ്ഞു കഴിഞ്ഞു: കണ്ടെത്തുക, പ്രവർത്തിക്കുക, പിന്നെ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ഇനി ശരിക്കും പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. കാരണം അവസാനം ഇതെല്ലാം നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഈ അറിവ് വെച്ച് എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതം എങ്ങനെ രൂപപ്പെടുത്തണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഒരു നിമിഷത്തേക്കൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്താണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? അല്ല എന്നാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക: നാളെ മുതൽ നിങ്ങൾ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ അടുത്ത 5 വർഷവും ഒരുപക്ഷെ ഇതുപോലെ തന്നെയാവും കടന്നുപോവുക. പക്ഷേ ഒരു നല്ല കാര്യമുണ്ട്: ഇതിനെല്ലാം മാറ്റം വരുത്താനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നാളെ മുതൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് നിമിഷവും നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് കഴിയും എന്നത് എത്ര മനോഹരമായ ഒരു അറിവാണ്. അപ്പോ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ഒരു കാര്യം വ്യത്യസ്തമായി ചെയ്യാൻ പോകുന്നു? ഒരു ചെറിയ കാര്യം മതി. ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും. ചിന്തിക്കുക, തീരുമാനമെടുക്കുക, പ്രവർത്തിക്കുക.